നമുക്ക് എത്തേണ്ട മല. കുശലം കേട്ട് വരുന്ന ആൾക്കാർ കേട്ടിട്ടില്ലേ? ഇത് കുശലം, 2 കുശലങ്ങളുണ്ട്. നമ്മൾ കുശലം പറഞ്ഞു കൊണ്ടുവന്ന ആൾക്കാരാ. അമൽ കീ ചൈ അതിന് മുമ്പായിട്ട് വെളുപ്പിന് 2:05 ഞങ്ങള് ജേണി സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് എവറസ്റ്റ് കയറുന്ന ആഗ്രഹമുണ്ട്? എവറസ്റ്റ് കയറുന്ന എനിക്ക് ഒരു വേൾഡിൽ അറിയുന്ന ഒരു ഹയസ്റ്റ് മൗണ്ടെയിൻ കയറണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് പപ്പയുടെ പെർമിഷൻ കിട്ടി എവറസ്റ്റ് കയറാൻ. നമുക്ക് കയറും കേട്ടോ. 40ാമത്തെ വയസ്സിന് മുമ്പ് ഞാൻ കയറി. 40ാമത്തെ വയസ്സിന് മുമ്പിൽ 40ാമത്തെ എന്റെ വയസ്സിന് മുമ്പായിട്ട് ഞാൻ എവറസ്റ്റ് മിക്കവാറും കയറിയിട്ടുണ്ട്. 1 കോടി രൂപ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത 5 വർഷത്തിനുള്ളിൽ എവറസ്റ്റ് കയറുന്നത്. ഒരു നേപ്പാളി എന്നുള്ള ഒരാൾക്ക് അത്രയും വലിയ കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്നുള്ള ആൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ മലകൾ കയറി പോയാലേ നമുക്ക് ഒരു വലിയ മല കാണാൻ പറ്റില്ല. പുള്ളി ആയിട്ട് പറയുന്നത് വെച്ചാൽ നമുക്ക് ആദ്യം ഒരിക്കലും എവറസ്റ്റ് പോയി കാണാൻ പറ്റത്തില്ല. അത് കുറെ പ്രാക്ടീസ് വേണം. എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഈ മലയെ പോലത്തെ കുഞ്ഞു മല കയറി നമുക്കൊരു ഓക്കെ അതിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് അങ്ങനത്തെ ടൈപ്പ് മലകൾ കയറാൻ പറ്റും. 8000 മീറ്റർ മുകളിലാണ് ആ മലയൊക്കെ. ലോകത്തെ ഏറ്റവും വലിയ 8000 മീറ്റർ മുകളിലുള്ള 16 മലകളേ ഉള്ളൂ. ഇതിനകത്തൊരു റെഡ് സോണാണ്. അപ്പോ നമുക്ക് പോയിട്ട് വരാം. നമ്മുടെ ഇന്നത്തെ ഈ ട്രിപ്പിന്റെ ലീഡ് അമലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ അന്ന് ഞാന് എന്താ പറയാ സ്കഫൽ പൈക്കിൽ പോയപ്പോഴും ലീഡിങ് അമലായിരുന്നു. മല കയറുന്നതിന്റെ ലീഡിങ് ഒക്കെ അമലായിരുന്നു. എല്ലാവരും നമ്മളെ നയിച്ചു കൊണ്ടുവന്ന അമലാണ്. സോ അമൽ കീ ചൈ അമലിനെ കൊണ്ടേ പറ്റൂ. ഞങ്ങൾ 4 പേരുണ്ട് കേട്ടോ. അനഞ്ചേട്ടൻ, അമല്, സോനെ കാണിച്ചേ. സോന ഹൈ പറയൂ. നമ്മളിപ്പോ സ്നോഡോണിയ കയറാൻ പോവാ. സ്നോഡോൺ നമ്മുടെ ഡ്രസ്സ് ഇവിടെയുള്ള ആൾക്കാരുടെ ഡ്രസ്സ് നോക്കി നമ്മള് ഫുൾ ഇവിടെ പ്രിപ്പയർഡ് ആയിട്ട് സെറ്റായിട്ട് നടക്കാണ്ടിരിക്കാൻ വേണ്ടി വന്നേക്കാം. ഇവരൊക്കെ കൂളായിട്ട് വന്നേക്കാം. ഇപ്പൊ സ്നോഡോ നമ്മൾ കയറാൻ പോവല്ലേ. പ്ലാൻ ചെയ്ത ആൾക്കാർ നമ്മള് ഈ കുശലം കേട്ട് വരുന്ന ആൾക്കാർ കേട്ടിട്ടില്ലേ? ഇത് കുശലം, 2 കുശലങ്ങളുണ്ട്. നമ്മൾ കുശലം പറഞ്ഞു കൊണ്ടുവന്ന ആൾക്കാരാ. അങ്ങനെ ഞങ്ങൾ 4 പേരായി. 2 പേരെ പ്ലാൻ ചെയ്തത് കുശലം പറഞ്ഞ് 4 പേരാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കയറാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. സമയത്ത് ഇപ്പൊ രാവിലെ 8:30 8 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അപ്പൊ ഞങ്ങൾ 8 കിലോമീറ്റർ അങ്ങോട്ടും ബാക്കി 8 കിലോമീറ്റർ ഇങ്ങോട്ടും. എപ്പോൾ എത്തുന്ന അറിയില്ല. വഴി അപ്ഡേറ്റ് ചെയ്യാം. ഈ മലകൾ മെല്ലെ കയറി ഇങ്ങനെ പോകണം. വഴികൾ കുറച്ച് ഡേഞ്ചറാണ്. ഇപ്പൊ പോകുമ്പോൾ അടിപൊളിയാണ്. നീ പോയി കഴിയുമ്പോ വഴീന്റെ ഇതൊക്കെ മാറുന്നുണ്ടോ? അവിടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അല്ലേ കയറാം. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. സ്നോഡോണിലേക്കുള്ള യാത്ര കുളിക്കാൻ പോവാണ്. നോക്കാം എവിടെ പോയി എത്തുന്നത്. വിശാലമായി കിടക്കുന്ന മലനിരകളിലൂടെ മന്ദം നടക്കുകയായി അബിൻ ആൻഡ് പാർട്ടീസ്. നമ്മുടെ നാട്ടിലെ കാപ്പി കളറിൽ ക്രീം കളറുള്ള ഒച്ചിനെ കാണണം. ഇവിടെ ഇത് ബ്ലാക്കാ. ലുക്ക്, ദിസ് ഈസ് ഒച്ച്. ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴേ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ എല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഇവനൊക്കെ അടിച്ചു പൊളിക്കും, എൻ്റെ ലൈഫൊക്കെ ലൈഫ് അങ്ങനെ വിചാരിച്ച് കയറി വരുന്ന കുറേ ആൾക്കാരുണ്ട്. അതിപ്പോൾ
തുപ്പി കാണിക്കുന്നൊന്നുമില്ല, പക്ഷേ അങ്ങനെ ഓരോ കയറി വന്നു കഴിഞ്ഞിട്ട് ആണ് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാവുന്നത്. അത്ര സുഖമുള്ള ജീവിതമൊന്നുമല്ല പുറം രാജ്യങ്ങളിൽ താമസിക്കാം. പക്ഷെ അങ്ങനെ സമയത്തും സമയം കണ്ടെത്തി ഇങ്ങനെ കുറച്ച് ട്രിപ്പൊക്കെ അടിക്കുമ്പോഴേ കുറച്ച് മനസ്സമാധാനമുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഓരോരുത്തരുടെ ഫോട്ടോ കണ്ടപ്പോൾ അവൻ ഹാപ്പിയാണ്, വീഡിയോ കാണുമ്പോൾ അവൻ അടിച്ചു പൊളിക്കുവാണ് എന്ന് വിചാരിക്കുന്നത് മോശമാണെന്ന് തോന്നുന്നു, അറിയില്ല. അതിൻ്റെ ഇടയ്ക്കും കുറെ കഥകളുണ്ട്, അവർക്കും കുറെ കഷ്ടപ്പാടുണ്ട്. ഞാൻ വീട്ടിൽ പോവാ, എന്റെ വിസ കഴിയാനായി. അപ്പൊ വിസ അടുത്ത നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. നോക്കാം എവിടം വരെ കിട്ടുമെന്ന്. ഞാൻ പറയുന്നത് ഡോണ്ട് ജഡ്ജ് എനിവൺ, അത്രേ ഉള്ളൂ. നമുക്ക് എത്തേണ്ട മല കാണിച്ചു തരാം. ഒരു കൂന കൂട്ടിയ സാധനം കൊണ്ടോ, ഒരു കൂന കാണിച്ചു തരാം സൂം ചെയ്തിട്ട്. അവിടെ നമുക്ക് എത്തണം. അവിടെ കുറേ ആൾക്കാർ ഇപ്പോൾ ഉണ്ട് ഓൾറെഡി, പക്ഷേ വീഡിയോയിൽ കാണത്തില്ല. ക്രിബ്ഗച്ച് ഞങ്ങൾ പോകുന്ന വേറൊരു വഴി കേട്ടോ, പക്ഷെ ഡെഡ്ലി സ്പോട്ടിൽ കൂടെ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ക്രിബ്ഗച്ച് അതിന്റെ പേര്, ക്രിബ്ഗച്ച്. ചോദിക്കാം, കാണിക്കാം. ഭയങ്കര ഡേഞ്ചറസ് സ്ഥലമാണ് അത്. മുകളിൽ കൂടെ ആൾക്കാർ പോകുന്നിട്ട് ആ മലേന്റെ പ്രത്യേകത വെച്ചാൽ ആ മല ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ കാല് വെച്ചാൽ കാലിങ്ങനെ ഈ ഇത്രയും കൂന ഇരിക്കും. ആ കൂനെ കൂടെ കാല് കവച്ച് വെച്ചാണ് ആ മലയിൽ കൂടെ ആൾക്കാർ പോകുന്നത്. ആ മല ഭയങ്കര ഡേഞ്ചറസ് ആണ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ആൾക്കാർ വീടും. ഭയങ്കര കൂന അവിടെ പിടിച്ചേ പോകാൻ പറ്റും പാറയിൽ കൂടെ. ടു ഡേഞ്ചറസ്. ഇവിടെ നിന്ന് ഇങ്ങനെ മടുത്തു മക്കളെ. നമുക്കിനി ഒരു മണിക്കൂർ കൂടി. ഇപ്പം 11:30 ഒരു 12:30 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എവിടെ അവിടെ എത്തണം. ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോകണം. കാണിച്ചു തരാം. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ അവിടെ നമുക്ക് എത്തണ്ടേ. ഇവിടെ നമ്മളെത്തും. കയറാൻ വേണ്ടി ഇവിടെ ഈ റൂട്ട് മൊത്തം കയറാൻ വേണ്ടി ട്രെയിനുണ്ട്. ഫുൾ ഏറ്റവും ടോപ്പ് വരെ ആ മലയിലൂടെ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആ വഴി എടുത്തില്ല. ട്രെയിൻ പോയാൽ ഈ ഒരു സുഖം കിടത്തില്ലല്ലോ, അല്ലെങ്കിൽ ഈ ഒരു മടുപ്പ് കിടത്തില്ലല്ലോ. അതിലിപ്പോൾ നമ്മൾ ട്രെയിൻ പോകുന്നുണ്ട് ആ വഴിക്ക് പോയാൽ. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ എടുത്തില്ല. വി പ്രിഫർ വാക്കിംഗ്. സോ നമ്മളങ്ങ് നടന്നു. അപ്പോൾ ടോപ്പിൽ പെട്ടെന്ന് എത്തുന്നവർക്ക് മടുപ്പൊന്നും അറിയാതെ എത്തേണ്ട ആൾക്കാർക്ക് ട്രെയിൻ വഴി പോവാം. വേറെ റൂട്ടിൽ ട്രെയിനുണ്ട്. സോ ഇവിടെ തന്നെ എത്തും. ആ വഴി പോയാലും ഈ വഴി പോയാലും നമ്മൾ സെയിം ടോപ്പിൽ എത്തുന്നത്. ആ ഓക്കെ, ഇങ്ങനെ നടന്ന് കയറാൻ വേണ്ടമേ. നമ്മളെത്തി. പക്ഷെ അവിടെയാണ് പീക്ക്. പക്ഷെ കയറാൻ വേണ്ടി ക്യൂവാ. ഓരോരുത്തർ കയറി ഓരോ ടീം കയറി ഫോട്ടോ എടുത്ത് മെല്ലെ 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 പോവാണ് എല്ലാവരും. കമ്മിറ്റ് ചെയ്തോ കേട്ടോ. പോവാ. എല്ലാവരും ക്യൂ ആണ്.
അതിലേ കയറി ഇങ്ങനെ ഇറങ്ങി വരും. സ്നോ ഡൗൺ സബ്മിറ്റ് ചെയ്തു. കണ്ടില്ലേ ബാക്കിൽ ഭയങ്കര തിരക്കായിരുന്നു. ഒരു 2 മിനിറ്റ് വെച്ച് എല്ലാവർക്കും കിട്ടി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. സബ്മിറ്റ് ചെയ്തു. ഇവിടം വരെ കയറി വന്നിട്ട് ഒരു കുറ്റി കാണാൻ വേണ്ടി വന്നത്. അത് അലച്ചേട്ടേ പറഞ്ഞ കേട്ടോ. എന്നാലും ഇവിടം വരെ എത്തിയല്ലോ. മടുത്തിരി താഴെ ഇറങ്ങി പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടുത്തെ 360 ഡിഗ്രി വ്യൂ കൊള്ളാം, നല്ല അടിപൊളിയാണ്. ഇവിടെ വന്ന് ചപ്പാത്തിയും ചിക്കനൊക്കെ ഇപ്പൊ കഴിക്കുക. ഇനി കഴിച്ചിട്ട് എനർജിയൊക്കെ ആക്കിയിട്ട് ഇറങ്ങുന്നുള്ളൂ.